സുഹൃത്തുക്കളെ, എൻ്റെ സ്വന്തം ഗ്രാമമായ ഇഞ്ചിക്കാടിൻ്റെ വിശേഷങ്ങൾ അറിയാൻ യാവർക്കും സ്വാഗതം. ഇവിടെ നിന്നാണ് ഇഞ്ചിക്കാട് എന്ന കൊച്ചു ഗ്രാമം ആരംഭിക്കുന്നത്. ഇതിൽ നിന്ന് വലത്തോട്ട് പോയി കഴിഞ്ഞാൽ ഇഞ്ചിക്കാട് 10-ാം നമ്പർ എന്ന ഭാഗത്തിലേക്ക് പോകാം. ഇതിൽ നിന്ന് ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇഞ്ചിക്കാട് ആശുപത്രി വാർഡിലേക്കും, നേരെ താഴോട്ട് ചെല്ലുമ്പോൾ അവിടെ കൊളുന്തുപുര, ഇഞ്ചിക്കാട് കൊളുന്തുപുര എന്ന സ്ഥലവും, അതിൻ്റെ അപ്പുറം കറുപ്പുപാലം, വള്ളക്കടവ്, വിനോദസഞ്ചാര കേന്ദ്രമായ സത്രം, പിന്നെ ഗവി, മുല്ലപ്പെരിയാർ ഡാം, ഇതുപോലെ ഒരുപാട് മനോഹരമായ സ്ഥലങ്ങൾ നമുക്ക് കാണാം. ഇപ്പം നിങ്ങൾ കാണുന്നതാണ് ഇഞ്ചിക്കാടിൻ്റെ ചരിത്രം. വണ്ടിപ്പെരിയാർ ക്ലബ്ബ് പണ്ട് സായിപ്പ് കാലത്തിൽ നിർമ്മിച്ചതാണ്. ഇവിടെയുള്ള എല്ലാ തോട്ടങ്ങളിലുള്ള മാനേജ്മെൻറ്റിലുള്ളവരെല്ലാം ഈ ക്ലബ്ബിലാണ് ഒത്തുചേരുന്നത്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ സ്ഥലമാണ് എൻ്റെ സ്വന്തം ആശുപത്രി വാർഡ്, ഇഞ്ചിക്കാട് ആശുപത്രി വാർഡ്. ഈ ആശുപത്രി വാർഡ് എന്ന് പേര് ലഭിക്കാനുള്ള കാരണം, ഇവിടെയാണ് പണ്ട് RBT കാലഘട്ടങ്ങളിൽ ഈ സ്ഥലത്തിൽ നിന്നാണ് ഇവിടെ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും അപകടമോ പനിയോ എന്തെങ്കിലും സംഭവിച്ചാൽ ഇവിടെ നിന്നാണ് ട്രീറ്റ്മെൻറ്റൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. എൻ്റെ കുട്ടിക്കാലത്ത് ഈ ആശുപത്രി വാതിലിലെ നടയിലിരിക്കാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ മൂത്ത 2 ജനറേഷനുണ്ട്, 80s 70s. ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇരിക്കാൻ പറ്റത്തില്ല, അവരോടിക്കും. ഇതാണ് ഞാൻ ജനിച്ച എൻ്റെ ലയം, 3 മുറി എന്നറിയപ്പെടുന്ന ലയം. ഇവിടെ ഒരുപാട് ലയങ്ങളുണ്ട്. ഇപ്പോൾ ഇതിൻ്റെയൊക്കെ അവസ്ഥ പറയുകയാണെങ്കിൽ വളരെ മോശമാണ്. ഏത് സമയം വേണേലും നിലംപൊത്താറായ സ്ഥിതിയിലുള്ള ലൈൻസുകളാണ് ഇപ്പോൾ ഇവിടെയുള്ളത്. ഇവിടെ നിന്ന് ഒത്തിരി പേര് ഗ്രാറ്റുവിറ്റി, സർവീസ്, പെൻഷൻ ഇതെല്ലാം മേടിച്ച് അവരുടെ സ്വന്തം നാടുകളിലേക്ക് താമസം മാറി. ഈ ആൾ താമസം ഇല്ലാതെ ലയങ്ങളും ഇങ്ങനെയുണ്ട്. ആൾ താമസിക്കുന്ന ലയങ്ങളുടെയും അവസ്ഥ ഇതാണ്. ഇനി ഇതിനു മുന്നേയുള്ള തലമുറകൾ ഇനി ഇവിടെ വന്ന് കാണാൻ വന്ന ഇത് ഒരു ഓർമ്മ മാത്രമേ ഉള്ളൂ അവർക്ക്. ഈ കാണുന്ന മാട്ടുത്തൊഴുത്തിൽ ഞാൻ കുഞ്ഞായിട്ടിരിക്കുമ്പോൾ 10-15 പശുക്കളെ വളർത്തിയതാണ് എൻ്റെ കൂട്ടുകാരൻ്റെ അച്ഛൻ. ഇപ്പോൾ ഇവിടെ ഒരു പശു പോലും ഇല്ല. ഇതാണ് ഞങ്ങളുടെ സ്വന്തം ഗ്രൗണ്ട്. കുട്ടിക്കാലത്ത് ഞങ്ങൾ കളിച്ചിരുന്നത് കബഡി, ക്രിക്കറ്റ്, വോളിബോൾ, ഷട്ടിൽ, അക്കുകളി, ഇങ്ങനെ കുറേ കളികൾ കളിച്ച സ്ഥലമാണിത്. പക്ഷേ ഇപ്പോൾ ഇത് കാട് കയറി ആരും നോക്കാതെ, കളിക്കാൻ പിള്ളേരില്ലാതെ വെറുതെ കിടക്കുകയാണ്. നിങ്ങൾ ഈ കാണുന്നതാണ് ഈ കമ്പിളി നാരങ്ങയുടെ മരം. പണ്ട് ഞങ്ങൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തല്ല, കടയിൽ വാങ്ങിക്കണമെങ്കിൽ 25 പൈസയും 50 പൈസയൊക്കെ കൊടുത്ത് മേടിച്ച് കഴിക്കണം. അതും വീട്ടുകാർ തരത്തില്ല. ഈ 1999, 89 ഈ കാലഘട്ടത്തിൽ പഠിച്ചവർക്ക് അറിയാം. ഇപ്പോഴത്തെ പിള്ളേർക്ക് ഇതൊന്നും വേണ്ട. ഇപ്പോൾ എവിടെ നോക്കിയാലും റോഡിലും തോട്ടിലും ഈ പേരയ്ക്ക, മാങ്ങ. പേരയ്ക്കയൊക്കെ പണ്ട് ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് റോഡ് സൈഡിൽ നിൽക്കുന്ന മരത്തിലൊരു പിഞ്ച് പോലും കാണുകയാണ്. ഇപ്പോൾ പേരയ്ക്ക പഴുത്ത് റോട്ടിൽ വീണ് വണ്ടി കയറി അവസ്ഥയിലാണ് ഇപ്പോൾ കിടക്കുന്നത്. ഇപ്പോഴത്തെ പിള്ളേർക്ക് ഇതൊന്നും വേണ്ട. ഇപ്പോൾ നമ്മൾ കാണുന്ന സ്ഥലമാണ് ഇഞ്ചിക്കാട് കൊളുന്തുപുര. ഈ കൊളുന്തുപുര എന്ന് പറയുകയാണെങ്കിൽ എല്ലാ സ്ഥലങ്ങളിലുള്ള കൊളുന്ത് ശേഖരിച്ച് ഇവിടെ കൊണ്ടുവന്ന് മൊത്തം ലോഡാക്കി പിന്നെ ഇവിടെ നിന്നാണ് ഫാക്ടറികളിലേക്ക് കയറ്റിവിടുന്നത്. ഇതാണ് നമ്മുടെ സ്വന്തം അലിയാറവിൻ്റെ കൊച്ചു ചായക്കട. കട ചെറുതായാലും ഇവിടുത്തെ കടികൾക്ക് നല്ല രുചിയാണ്. ഇതിലൂടെ കടന്നു പോകുന്ന വിനോദസഞ്ചാരികളടക്കം ഇവിടെ വന്ന് ചായയും കടിയും കഴിച്ചിട്ട് പോകാറുണ്ട്. അത്രയ്ക്കും രുചിയാണ് ഇവിടുത്തെ. അടുത്ത നമ്മൾ കാണാൻ പോകുന്നത് ഇഞ്ചിക്കാട് ബംഗ്ലാവാണ്. ഇവിടെ നിന്നും അലിയാറിൻ്റെ കടയിൽ നിന്നും ഇടത്തോട്ട്
സലാമിയ പോകുന്ന വഴിക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇഞ്ചിക്കാട് ബംഗ്ലാവ് കാണാം. ആ പോകുന്ന വഴിക്ക് നല്ല വ്യൂ ഉണ്ട്. നമുക്കിവിടെ നിന്ന് നോക്കിയാൽ തങ്കമല കാണാം, കറുപ്പുപാലം ജുമാ മസ്ജിദ് കാണാം, മുല്ലപ്പെരിയാറിൽ നിന്ന് വെള്ളം പോകുന്ന വണ്ടിപ്പെരിയാർ നദി കാണാം. ഞങ്ങൾ ഈ ഇഞ്ചിക്കാട്ടിലുള്ളവരുടെ പ്രത്യേകത എന്നു വെച്ച് കഴിഞ്ഞാൽ എവിടെ നിന്ന് നോക്കിയാലും വ്യൂവാണ്. ഇതാണ് നമ്മുടെ ഇഞ്ചിക്കാട് ബംഗ്ലാവ്. നമുക്കത് അകത്ത് കയറി വീഡിയോ എടുക്കാനുള്ള അനുവാദമില്ല. അത് കാരണം നമ്മൾ പുറത്ത് നിന്ന് വീഡിയോ എടുക്കുന്നു. എൻ്റെ കുട്ടിക്കാലത്ത് കണ്ടിരുന്നതാണ് ഈ യൂക്കാലി മരങ്ങൾ. ഇതിപ്പോൾ അപകടാവസ്ഥയിലുള്ള കാരണം ഇത് മുറിച്ചു മാറ്റി. അല്ലാതെ നമ്മൾ ആ കാണുന്ന യൂക്കാലി മരമെല്ലാം ഞങ്ങളുടെ കുഞ്ഞുനാളിലെ ഇവിടെ വരുമ്പോൾ ഈ യൂക്കാലി മരത്തിൻ്റെ ആ മണം ഒന്ന് ആസ്വദിക്കാൻ നല്ല ഇതായിരിക്കും. ഈ നല്ല കാറ്റത്തെ തണുപ്പത്തൊക്കെ വന്ന് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നല്ലതായിരിക്കും ആ മണം. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ മൊത്തം വ്യൂവും കാണാം. വണ്ടിപ്പെരിയാർ, അർണക്കൽ, തങ്കമല. ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ് ഇഞ്ചിക്കാടിൻ്റെ 10ാം നമ്പർ ഭാഗം. ഇതാണ് വണ്ടിപ്പെരിയാർ ആസംസം ചർച്ചിൻ്റെ കുരിശുമല. ഇതിൻ്റെ തൊട്ട് താഴെയാണ് വണ്ടിപ്പെരിയാർ ടൗൺ ഉള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കിയാലും വ്യൂവാണ്. ഇവിടെ നിന്ന് വണ്ടിപ്പെരിയാർ കാണാൻ രാത്രി കാലങ്ങളിൽ നല്ല മനോഹരമായിരിക്കും. അപ്പോൾ സുഹൃത്തുക്കളെ, ഇനി വേറൊരു വ്യത്യസ്തമായ വീഡിയോയിലേക്ക് നമുക്ക് കണ്ടുമുട്ടാം. നിങ്ങളുടെ സ്വന്തം ബിനു ഇഞ്ചിക്കാട്ടിൽ.